ശ്രീജി ലൂക്കോസ് രാഹുൽ ഈശ്വർ പറഞ്ഞ ചോദ്യത്തിന് മറുപടി പറഞ്ഞോളൂ. അതോടൊപ്പം പാരഡിപ്പാട്ടിന്റെ പേരിൽ മാരകമായ വകുപ്പുകൾ ചുമത്തുന്നു, കേസെടുക്കുന്നു, പിന്നെ യൂട്ടേൺ. ഇന്നൊരു ചിത്രം പങ്കുവച്ചതിന്റെ പേരിൽ സ്റ്റേഷൻ ജാമ്യം കിട്ടാവുന്ന വകുപ്പുകൾ കേസെടുക്കുന്നു. രാവിലെ തന്നെ വീട്ടിൽ പോയി സുബ്രഹ്മണ്യനെ സ്റ്റാറാക്കാൻ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് നോട്ടീസ് കൊടുത്ത് വിട്ടയക്കുന്നു. ഈ സർക്കാരിനെ പിന്നെയും കുഴപ്പത്തിലാക്കാൻ ഈ പോലീസ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണോ നിരന്തരമായി റജി? ഹാഷ്മി, പാരഡിപ്പാട്ടിന്റെ പേരിൽ കേസെടുത്തതിനെ പരസ്യമായിട്ട് വിമർശിച്ചിട്ടുള്ളതാണ് ഞാൻ. കാരണം അതൊരു എന്താ പറയുക, ഒരു പബ്ലിസിറ്റി ഒരു 10 ഇരട്ടി ആ പാട്ടിന് ഉണ്ടാക്കി കൊടുക്കുകയത്. പക്ഷേ ഇന്ന് ബഹുമാനപ്പെട്ട സുബ്രഹ്മണ്യം KPCC ജനറൽ സെക്രട്ടറി വീട്ടിൽ പോയി അദ്ദേഹത്തിനെ കസ്റ്റഡി എടുത്തതിന് നിങ്ങൾ എങ്ങനെയാണ് ഈ പാർട്ടിക്ക് പിഴവ് പറ്റിയെന്ന് പറയുന്നത്? നിങ്ങൾ ഒരു കാര്യം ഇടപെടരുത്. ഒറ്റ കാര്യം പറയാം. ഈ പറയുന്ന പാരഡിപ്പാട്ടിലൂടെ കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച എന്താ പറയുക, സകല രീതിയിലുള്ള ആഹ്ലാദ പ്രകടനം നടത്തിയ ഈ കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ ഈ UDF സോണിയാഗാന്ധിയുടെ വീട്ടിൽ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർക്ക് ഒരു അപ്പോയിൻമെന്റ് കിട്ടാതെ അവരുടെ അപ്പോയിൻമെന്റ് കിട്ടാത്തതിന്റെ പേരിൽ കേരളത്തിലൊരു പാർട്ടി തന്നെ ഉണ്ട്, കരുണാകരൻ്റെ. ഇന്നത്തെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഈ പറഞ്ഞ പോലെ തന്നെ അപ്പോയിൻമെന്റ് കിട്ടാത്തതിന്റെ പേരിൽ BJP പോയി മുഖ്യമന്ത്രിയാണ്. അങ്ങനെയുള്ള ബഹുമാനപ്പെട്ട സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഈ മനുഷ്യൻ 2 തവണ ഈ ഗോവർദ്ധനോടൊപ്പം എങ്ങനെയെന്നു, അതോ അയാളെ കൊണ്ടുപോയതോ അല്ലെങ്കിൽ അയാളുടെ ഒപ്പം പോയതോ അല്ലെങ്കിൽ അയാൾ ക്ഷണിച്ചിട്ട് പോയതോ വാട്ടർ മേ ബി 2 MP-മാർ, അതിലൊരാൾ UDF-ന്റെ കൺവീനറാണ്. ആ ചിത്രം പരസ്യമായിട്ട് വെളിയിൽ വന്നപ്പോൾ ആരും നിഷേധിച്ചില്ല. പിന്നെ പബ്ബായിരുന്നു മറുപടികൾ കംപ്ലീറ്റ്. സ്വാഭാവികമായിട്ട് അങ്ങനെ ആ ചിത്രം വെളിയിൽ വന്നപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആംബുലൻസ് ഹാൻഡ് ഓവർ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഓഫീസിന് തൊട്ട് താഴെ, നമുക്കറിയാം, ആ തൊട്ട് താഴെ ഒരു ഹാൻഡ് ഓവർ അല്ല ഒരു ആംബുലൻസ് ശബരിമലയ്ക്ക് ഹാൻഡ് ഓവർ എന്ന ചടങ്ങിൽ അദ്ദേഹം താഴോട്ടിറങ്ങി വന്ന് ആ കീ കൊടുക്കുമ്പോൾ ആ AI-യിലൂടെ കൃത്രിമമായി സൃഷ്ടിച്ച ചെവിയിൽ മന്ത്രിക്കുന്ന ഒരു ചിത്രം ഉണ്ടാക്കി ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചുമത്തിയത് സ്റ്റേഷൻ ജാമ്യം കൊടുക്കാവുന്ന 2 വകുപ്പ്. രാവിലെ പോയി അവിടെ കാത്തു നിന്ന് പല്ല് കേൾക്കാൻ സമയം കൊടുത്ത് 1 മണിക്കൂർ കൊടുത്ത് അദ്ദേഹത്തെ പിടിച്ചോണ്ട് നോട്ടീസ് കൊടുത്ത് വിട്ടയച്ചു. എന്തിനാണ് റജി ലൂക്കോസ് അങ്ങനെയാണ് രാവിലെ പോയി കസ്റ്റഡി എടുക്കേണ്ട കാര്യം? എന്താ നോട്ടീസ് കൊടുക്കാനാണെങ്കിൽ അവിടെ നോട്ടീസ് കൊടുത്താൽ പോരെ? സ്റ്റേഷൻ ജാമ്യം കിട്ടാവുന്ന വകുപ്പാണ്. എന്തിനാണ് ഈ ഡ്രാമ കാണിക്കുന്നത്? എന്തിനാണ് സുബ്രഹ്മണ്യൊക്കെ പോലീസ് ഹീറോ ആക്കുന്നത്? ഞാൻ ആ തുടക്കത്തിലെ പറഞ്ഞ കാര്യങ്ങൾ ഹാഷ്മി അവിടെ ഹീറോ ആയല്ലോ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, സുബ്രഹ്മണ്യം ആയാലും റജി ലൂക്കോസ് ആയാലും രാഹുൽ ഈശ്വർ ആയാലും ഹാഷ്മി ആയാലും ഔദ്യോഗിക പദവി ഇല്ലാത്ത ഒരാൾക്ക് ഒരു പ്രിവിലേജ് എന്ന് പറയുന്നത് അത് സെയിം ആണ് എല്ലാവർക്കും. അതേ ഒരു MLA പോലും അല്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ മറുപടി പറയാം. നോട്ടീസ് കൊടുക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കുറിച്ച് നോട്ടീസ് കൊടുത്ത് വിട്ടയച്ചു. അല്ല, ഇത് കേൾക്കൂ സാറേ, ഞാനൊന്ന് റജി ലൂക്കോസ് ഒരു നോട്ടീസ് കൊടുക്കാൻ എന്തിനാണ് ഇത്ര രാവിലെ പോയി പോലീസിന്റെ പരിവാരങ്ങളായി കാണിക്കുന്ന ഷോ കാണിക്കുന്ന കാര്യം? എന്താ ഒരു നോട്ടീസ് കൊടുക്കാൻ? അതെന്റെ ചോദ്യം. അതല്ലാതെ സുബ്രഹ്മണ്യത്തിലെ കേസെടുക്കണമെന്നോ പിടിച്ചാത്തിടണമെന്നോ ഒന്നും നിലപാടിക്കില്ല. ആ ചോദ്യത്തിന് മറുപടി പറയിപ്പിക്കൂ. ഹാഷ്മി ദയവായിട്ട് എന്നെ സംസാരിക്കാൻ അനുവദിക്കുക. അവർക്കെല്ലാം സമയം കൊടുത്തില്ലേ? അജണ്ടകളൊന്നും ആയിട്ടൊന്നും എന്നോട് ചോദിക്കരുത്. എനിക്ക് എന്റേതായ രീതിയിലുള്ള ഭീഷണമുണ്ട് ഞങ്ങൾക്ക്. ഇത് കേൾക്കൂ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് ഇവിടെ എന്തെല്ലാം അപവാദങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ 9.5 വർഷം കൊണ്ട്, പ്രത്യേകിച്ച് ആദ്യത്തെ ഊഴത്തിൽ അദ്ദേഹത്തിനെ കുറിച്ച് എന്തെല്ലാം സ്വർണ്ണക്കടത്ത്, പിന്നെ ഈ മൊബൈല്, അതുപോലെ ഫോൺ എന്നൊക്കെ പറഞ്ഞ് ആ മനുഷ്യനെ ഏതെല്ലാം രീതിയിൽ ഒരു പെറ്റി കേസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടോ? അപ്പൊ ഇതുപോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ 100% ആളുകളും ശബരിമലയിലെ കൊള്ളയ്ക്കെതിരെ പ്രതികരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പോറ്റിയോ അദ്ദേഹത്തിന്റെ ചെവിയിൽ മന്ത്രിക്കുന്ന ഒരു ചിത്രം വെച്ച് ലോകത്തിലെ മുഴുവൻ മലയാളികളുടെ മുമ്പിൽ ഈ ബഹുമാനനായ മുഖ്യമന്ത്രി അപമാനിക്കാൻ ശ്രമിച്ച് ആ തെറ്റ് പറ്റിയതുകൊണ്ടാണല്ലോ അയാൾ ആ പോസ്റ്റ് പിൻവലിച്ചത്. ആ പോസ്റ്റ് അയാൾ പിൻവലിച്ചോളൂ എനിക്ക് തെറ്റിദ്ധാരണ പറ്റിയെന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണ്ടേ? പാതിരാത്രിക്കായാലും വെളുപ്പിനായാലും കൊണ്ടുവരണ്ടേ? കേരളത്തിലെ മുഖ്യമന്ത്രി ഇവർക്കൊക്കെ അടിക്കാവുന്ന ചെണ്ടയാണോ? അതൊന്നും ഞങ്ങൾ ആകെ ചുമത്തിയത് ഫീബിളായ 2 വകുപ്പ്. ഒരു നോട്ടീസ് കൊടുക്കാൻ വേണ്ടി രാവിലെ വീട്ടിൽ പോവുക, അവിടെ കാത്തു നിൽക്കുക, എന്നിട്ട് എടുത്തുകൊണ്ട് വരിക, വലിയ പ്രതിഷേധം ഉണ്ടാവുക, എന്നിട്ട് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് നോട്ടീസ് കൊടുത്ത് വിട്ടയക്കുക. എന്താണ് എപ്പോഴാണ് വിളിച്ചാൽ വരണം കേട്ടോ എന്ന് നോട്ടീസ് കൊടുത്ത് വിട്ടയക്കുക. അതിനെന്തിനാണ് ഈ ഷോ എന്ന ചോദ്യം ഉണ്ടായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.